ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഒട്ടും ദോഷകരമല്ലാത്ത രീതിയിൽ മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡയബറ്റീസും കൊളസ്ട്രോളും BP കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. ശരീരഭാരം കുറയാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കപ്പ് സ്വർഗം മില്ലറ്റ് തലേന്ന് കുതിർത്തിയതാണ് രാത്രിയിൽ. എന്നിട്ട് രാവിലെയാണ് എടുക്കുന്നത്. കുതിർത്തിയെടുക്കുന്നതാണ് വളരെ നല്ലത്. ഇതോടൊപ്പം ചേർക്കാനായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടാണ്. മില്ലറ്റ് കുതിർത്താനിട്ട ഒപ്പം തന്നെ ചെയ്തതാണിത്. 1/4 ടീസ്പൂൺ അളവിൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിർത്തിയതാണ്. ഇത് ഡയബറ്റിക് കുറയാൻ വളരെ നല്ലതാണ്. ഉലുവ നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളം ഉലുവയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് മില്ലറ്റിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. നമ്മളിത് കുതിർത്താനിടുമ്പോൾ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് കുതിർത്താനിട്ടാൽ മതിയാകും കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ കുതിർത്താനിടുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താൽ മതി. ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കണം. അപ്പോൾ ഈ മില്ലറ്റിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളൊക്കെ മാറിക്കിട്ടും. മില്ലറ്റിൽ വിഷമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതുപോലെ കുതിർത്തിയൊക്കെ എടുത്താൽ അതിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ ഇരട്ടിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളും പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. മുഴുവനായിട്ടും മാറിക്കിട്ടും എന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളം കളഞ്ഞെടുത്ത് മില്ലറ്റും ഉലുവയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മളിത് മുഴുവൻ ഗോതമ്പ് വേവിക്കുന്ന പോലെയാണ് ഇത് വെന്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്. കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ ലോക്ക് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കരുത്. നന്നായിട്ട് അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ സ്റ്റൗ നമുക്ക് കത്തിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കാൻ തുടങ്ങേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ സ്ലോലി വേവിച്ചെടുക്കണം. അതാണ് കൂടുതൽ ഗുണകരം. മില്ലറ്റ് വെന്ത് കഴിയുമ്പോൾ ചേർക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ചേരുവയാണ് മുരിങ്ങയില. ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇല അടർത്തിയെടുക്കാം. മുരിങ്ങയില കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ഉണ്ട് ഇതിൻ്റെ പോഷകസമൃദ്ധമായിട്ടുള്ള ഗുണങ്ങൾ. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ധാരാളം വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഡയബറ്റീസ് കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് കൗണ്ട് കൂടാനും ബ്ലഡിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് ഫൈബർ. അത് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടർത്തിയെടുത്ത ഇല നമ്മളുടെ കൈപ്പിടിയിൽ എടുത്താൽ ഒരു കൈപ്പിടി അളവിൽ ഇല വേണം. അതാണ് ഒരാൾക്ക് അത്യാവശ്യം വേണ്ടത്. ഞാൻ ഏകദേശം ഒരു കൈപ്പിടിയോളം ഇലയ്ക്കാണ് ഞാനിപ്പോൾ കിള്ളിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കൈപ്പിടിയോളം ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഒതുക്കിയെടുത്താൽ ഒരു കൈപ്പിടി അളവിൽ ഇല ഉണ്ടാവും. ഇതാണ് നമുക്ക് ഈ ഒരു നേരത്തെ ആഹാരത്തിലേക്ക് ചേർക്കാൻ വേണ്ടത്. ഇപ്പോൾ മില്ലറ്റ് വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിനുള്ളിലെ സ്റ്റീമെല്ലാം തനിയെ പോയി തീരുന്നതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ ടൈമിങ് നിങ്ങളുടെ കുക്കറിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വേവിച്ചെടുക്കുന്നതനുസരിച്ച് ഈ മില്ലറ്റ് വേവിച്ചെടുക്കുക. കണ്ടോ, ഇത് ഗോതമ്പ് മുഴുവനായിട്ട് നമ്മൾ വേവിച്ച പോലെയാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ തൊണ്ടിനൊക്കെ വളരെ ഗുണമുള്ളതാണ്. 10-15 മിനിറ്റൊക്കെ വേവിച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില കൈകൊണ്ടൊന്ന് ഇതുപോലെ തിരുമ്മി ഒന്ന് ഒതുക്കിയെടുക്കാം. കല്ലിൽ വെച്ചൊന്നും ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ തിരുമ്മി ഒതുക്കിയെടുത്താൽ മതിയാകും. ഇത് ഏകദേശം എൻ്റെ കൈപ്പിടിയിൽ ഒരു പിടി ഉണ്ടാകും. ഇത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം.
രാവിലെ സാധാരണ അരി കൊണ്ടുള്ള കഞ്ഞി കഴിക്കുന്നവർക്കും ഇതുപോലെ ചേർത്ത് കഴിക്കാട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 2 ടീസ്പൂൺ ചിരകിയ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാവിലെ കുത്തരി കഞ്ഞിയിലേക്ക് തേങ്ങ ചേർത്താണ് കഴിക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്നത്. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയൊക്കെ കുട്ടിയാണ് കഴിക്കാറുള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. BP ഉള്ളവരാണെങ്കിൽ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും ചേർക്കാട്ടോ. ഈ വെന്ത ശേഷം തൈര് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക. കഞ്ഞിയിൽ തൈര് ചേർത്ത് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇനി ഇത് വീണ്ടും മൂടി വെച്ചിട്ട് കുക്കർ വീണ്ടും ലോക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ കുക്കർ ലോക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുരിങ്ങയിലേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കണ്ടാൽ നമുക്ക് ഉടനെ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ വളരെയധികം പോഷകസമൃദ്ധമായ മില്ലറ്റ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. രാവിലെ ഇതുപോലെ മില്ലറ്റ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ കൊളസ്ട്രോളും ഷുഗറും BP ഒക്കെ നോർമലാവും. ശരീരഭാരവും കുറഞ്ഞു കിട്ടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മുരിങ്ങയില വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമ്മളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വാങ്ങിച്ചു വെക്കുക. ഇല കിള്ളിയെടുത്തതിന് ശേഷം എയർ ടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഞാനിത് പതിവായി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കഞ്ഞി വെറുതെയും കഴിക്കാം, നമുക്ക് വേണമെങ്കിൽ കറികളുടെ കൂടെയും കഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ കറിയാണ്. പിന്നെ അതുപോലെ ഒരു വെജിറ്റബിൾ കറിയും എടുത്തിട്ടുണ്ട്. ചെറുപയർ നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പയറാണ് കേട്ടോ. വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ധാരാളം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ. അതുകൊണ്ട് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു കറിയുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ മില്ലറ്റ് കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.